ചില ആളുകളിൽ ജനറ്റിക്കലി കുറച്ചൊരു ടൈനി ലിപ്സ് ആയിരിക്കും, അധികം വോളിയം ഇല്ലാത്ത ലിപ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫില്ലേഴ്സ് യൂസ് ചെയ്യുക. അതല്ലാതെ ചിലർക്കാർക്ക് വോളിയം വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എന്നാൽ ലിപ്പിൻ്റെ ഷേപ്പിലോ ഡെഫിനിഷനിലാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കൂടുതലും ആ ലിപ്പിൻ്റെ ബോർഡേഴ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫില്ലേഴ്സ് യൂസ് ചെയ്യുക. നമ്മൾ ഒരാളുടെ ഫേസിൽ, അത് ഫോർ മെൻ ആൻഡ് വിമൻ, ഒരു ഫേസിൽ നമുക്ക് ഏറ്റവും ഡിഫൈനിങ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ്, ഒന്ന് കണ്ണും ഒന്ന് ലിപ്പുമാണ്. അപ്പോൾ അതിൽ ലിപ്സിൽ കുറേ പേർക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നതാണ്. ചിലരുടെ ലിപ്സ് ഭയങ്കര ചെറുതായിരിക്കും, അതേപോലെ വോളിയം ഭയങ്കര കുറവാണ്, അതേപോലത്തെ കൺസേൺസ് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ലിപ്പിൽ നമുക്ക് ഏജ് കൂടുന്തോറും നമ്മുടെ ലിപ്പിൻ്റെ വോളിയം ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫോട്ടോ ഡാമേജ് ഒരു ഫാക്ടറാണ്, ജെനറ്റിക്സ് ഒരു ഫാക്ടറാണ്, അതേപോലെ സ്മോക്കിംഗ് ഒക്കെ ഒരു ഫാക്ടറാണ്. അതേപോലെ ആ ഒരു വോളിയം ലോസ് ഉണ്ടാവുക, ലിപ്പ് ചെറുതാവുക, അതേപോലെ തന്നെ ലിപ്പിൻ്റെ ഡെഫിനിഷൻ പോവുക, അതേപോലത്തെ പ്രശ്നങ്ങളാണ് യൂഷ്വലി കണ്ടുവരാറുള്ളത്. അപ്പോൾ നമുക്ക് ലിപ്പ് ഫില്ലേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ബാക്കിയുള്ള ഫേസിൽ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വോളിയം കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതേ ഫില്ലേഴ്സ് തന്നെ നമുക്ക് ലിപ്പിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഫില്ലേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ലിപ്പിൻ്റെ വോളിയം നമ്മൾ കറക്റ്റ് ചെയ്യാനും പറ്റും. അതേപോലെ വോളിയം കുഴപ്പമില്ലാത്ത ലിപ്പിൽ നമുക്ക് ലിപ്പിൻ്റെ ഡെഫിനിഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും.